ഹായ് ഓൾ, നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം വന്നതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ട് നമുക്ക് ഒന്ന് കടക്കാം. നമ്മളിവിടെ പവർ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്ത് സിലബസ് ആണ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. പവർ ഇലക്ട്രോണിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിച്ചുകളെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അതിൽ SCR ആണ് നമ്മുടെ സിലബസിന് വേണ്ട ഒരു ടോപ്പിക്ക്. SCR എന്ന് പറഞ്ഞാൽ എന്താ? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. സിലിക്കൺ ബേസ്ഡ് ആയതുകൊണ്ട്, സെമി കണ്ടക്ടർ ആയതുകൊണ്ടും അതിന് സിലിക്കൺ ബേസ്ഡ് റെക്ടിഫയർ ബിക്കോസ് അതൊരു യൂണി ഡയറക്ഷണൽ സ്വിച്ച് ആണ്. സോ ഒരു റെക്ടിഫിക്കേഷൻ പർപ്പസ് വരുന്നതുകൊണ്ട് അതിനെ റെക്ടിഫയർ എന്ന് പറയുന്നു. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു 3 ടെർമിനുള്ള സ്വിച്ച് ആണ്. 3 ടെർമിനൽസ് ഏതൊക്കെയാണ്? ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, മൂന്നാമത്തെ ഗേറ്റ് ടെർമിനലാണ്. നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷനിലോട്ട് കടക്കുകയാണെങ്കിൽ ഇത് ബേസിക്കലി 4 ലെയേഴ്സ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഒരു 4 സെമി കണ്ടക്ടർ ലെയേഴ്സ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ഒരു P ലെയർ, താഴെ N ലെയർ, വീണ്ടും ഒരു P ലെയർ, പിന്നെ ഒരു N ലെയർ. അങ്ങനെ അത് 4 ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ PN ആയിട്ട് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 ജംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. ജംഗ്ഷൻസ് J1, J2 ആൻഡ് J3. ഇവിടെ 3 ഉണ്ടാകുന്ന ജംഗ്ഷനിൽ P ലെയറിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡ് ടെർമിനൽ കൊടുക്കുന്നത്, ടോപ്പിലെ P ലെയറിൽ. താഴെ കാഥോഡിൻ്റെ കൊടുക്കുന്നത് ബോട്ടത്തിലെ N ലെയറിലാണ്. പിന്നെ നമുക്ക് ഗേറ്റ് ആണ്. ഗേറ്റ് എന്ന് പറയുമ്പോൾ നടുവിൽ വരുന്ന മിഡ് P ലെയറിലാണ് നമ്മൾ, ബിറ്റ്വീനുള്ള P ലെയറിലാണ് നമ്മൾ ഗേറ്റ് കൊടുക്കുന്നത്. ഗേറ്റ് കൊടുക്കുന്നത് അത് കൺട്രോൾ, ആ സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ബേസിക്കലി ഒരു ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡിൻ്റെ തന്നെ 2 എണ്ണം കൂട്ടി വെച്ച സെറ്റപ്പ്. നമുക്കിതല്ലാതെ വേണമെങ്കിൽ 2 ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റേഴ്സ് തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് SCRൻ്റെ സിമ്പിൾ. അതിൽ 3 ടെർമിനൽ ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. നമുക്കിനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോവുകയാണെങ്കിൽ SCRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് സ്റ്റഡി സ്റ്റേറ്റിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഏതർ ഓൺ ഓർ ഓഫ് സ്റ്റേറ്റിലുള്ള. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോർവേഡ് ബയസിങ് കണ്ടീഷൻ എടുക്കാം. അതിൽ 3 മോഡായിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, റിവേഴ്സ് കണ്ടക്ഷൻ മോഡ്. അതായത് ഇപ്പോൾ നമ്മൾ AC ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ 3 മോഡ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ SCRൻ്റെ മൊത്തം ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നെഗറ്റീവിൽ എന്തോരം റേഞ്ച് ഇത് കുറയാം, വോൾട്ടേജ് എന്തോരം കുറയാം, അതൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ നമ്മൾ ഒരു ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുന്നു. ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആനോഡിലോട്ട് പോസിറ്റീവും കാഥോഡിലോട്ട് നെഗറ്റീവാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ Pയിലോട്ട് നമ്മളൊരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, നെഗറ്റീവ് വോൾട്ടേജ് Nലോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ PN ജംഗ്ഷനിൽ ഫോം ചെയ്യുന്ന ആദ്യത്തെ ജംഗ്ഷൻ J1ൽ എന്താ, അതൊരു ഫോർവേഡ് ബയസ്ഡ് ആകും. കാരണം Pയിലോട്ട് പോസിറ്റീവും Nലോട്ട് നെഗറ്റീവും ആണ്. അടുത്ത ജംഗ്ഷൻ J2ൽ എന്ന് പറയുമ്പോൾ Nലോട്ട് പോസിറ്റീവും Pയിലോട്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ അതൊരു റിവേഴ്സ് ബയസ്ഡ് ആണ് ജംഗ്ഷൻ J2. ജംഗ്ഷൻ J1 ഫോർവേഡ് ബയസ്ഡും ജംഗ്ഷൻ J2 റിവേഴ്സ് ബയസ്ഡും. വീണ്ടും നോക്കുകയാണെങ്കിൽ ജംഗ്ഷൻ J3 പോസിറ്റീവ്, Pയിലോട്ട് പോസിറ്റീവും Nലോട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ മേളിലുള്ള 2 ജംഗ്ഷൻസും കണ്ടക്ട് ചെയ്യും, നടുക്കുള്ളത് അതിനെ കണ്ടക്ട് ചെയ്യില്ല, റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പോസിറ്റീവ് ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഗേറ്റ് കൊടുത്തിട്ടില്ല, ഗേറ്റ് 0 ആണ്. ഗേറ്റ് 0 ആവുന്ന കണ്ടീഷനിൽ നമ്മൾ ഇവിടെ ഗേറ്റ് ഒരു സ്വിച്ച് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് കൊടുത്ത് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ മേളിലുള്ള 2 ജംഗ്ഷൻസും ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യും, നടുക്കുള്ളത് കണ്ടക്ട് ചെയ്യാത്ത കാരണം എന്താ, വോൾട്ടേജ്, ആനോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ കണ്ടക്ഷൻ എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ VBO എന്ന് പറയും, ഒരു വോൾട്ടേജ് ബ്രേക്ക് ഓവർ സംഭവിക്കുന്ന വരെ, ആ പർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഇത് കണ്ടക്ട് ചെയ്ത് പോകും. VBO എത്താൻ നേരത്ത് പെട്ടെന്നൊരു ബ്രേക്ക് ഓവർ സംഭവിച്ച് ഒരു സ്വിച്ച് ആ നടുക്കുള്ള ജംഗ്ഷൻ, റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻ, അതായത് ജംഗ്ഷൻ J2, അവിടെ ഒരു ആവലാഞ്ചി ബ്രേക്ക് ഡൗൺ സംഭവിക്കും. എന്നിട്ട് അത്
കണ്ടക്ട് ചെയ്ത് തുടങ്ങും. ഇതിൻ്റെ ഇടയിലുള്ള സെമി കണ്ടക്ടർ ലെയറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് മാറി അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങും. അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വോൾട്ടേജ്, ഒരു സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക, വോൾട്ടേജ് കുറഞ്ഞിട്ട് കറണ്ട് കൂടുക. വോൾട്ടേജ് ഐഡിയൽ കേസ് 0 ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ഫോർവേഡ് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്, ഐഡിയൽ കേസ് അല്ലാത്തതുകൊണ്ട്. എന്നിട്ട് നമ്മുടെ കറണ്ട് ഇൻക്രീസ് ചെയ്തു പോയി. ആനോഡ് കറണ്ട് സ്വിച്ച് ഓൺ ആയപ്പോഴത്തേക്കും വോൾട്ടേജ് ഡ്രോപ്പായി, കറണ്ട് ഇൻക്രീസ് ആയി. അപ്പോൾ അത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലോട്ട് കടന്നു. ഫോർവേഡ് ബ്ലോക്കിങ്ങിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ. ഇവിടെ പക്ഷേ നമ്മൾ ഗേറ്റ് കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഗേറ്റ് അപ്ലൈ ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കും, ഇവിടെ നമ്മളൊരു വോൾട്ടേജ് ഇവിടെ പോസിറ്റീവായിട്ട് കൊടുത്തു. ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കണ്ടക്ഷൻ സ്പീഡിലാക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ IG1, ഈ IG1 എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കറണ്ട് വാല്യൂവിൽ നോക്കുമ്പോൾ VBO എത്തുന്നതിന് മുമ്പായിട്ട് ഇത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് കണ്ടക്ട് ചെയ്ത് ആനോഡ് കറണ്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. നമ്മളപ്പോൾ ഗേറ്റ് വാല്യൂ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്ത് നോക്കുകയാണ്. ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും IG2 അടുത്ത പോയിന്റിൽ കുറച്ചുകൂടെ പെട്ടെന്ന് സ്വിച്ച് ഓൺ സ്റ്റേറ്റിൽ എത്തി തുടങ്ങി. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ IG3, വീണ്ടും ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സ്പീഡിൽ കണ്ടക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓൺ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ IG3 ഗ്രേറ്റർ ദാൻ IG2 ഗ്രേറ്റർ ദാൻ IG1. അപ്പോൾ നമ്മൾ ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് സ്വിച്ചിനെ ഓൺ സ്റ്റേറ്റിൽ എത്താൻ പറ്റും, ആ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഓവർ പറഞ്ഞു, അവിടുത്തെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് പറഞ്ഞു, ഫോർവേഡ് കണ്ടക്ഷൻ പറഞ്ഞു. ഇനി റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ എന്താ സംഭവിക്കുകയെന്ന് പറയാം. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ SCR റിവേഴ്സ് ബയസ്ഡ് ആകും. അതായത് ഇവിടുത്തെ നമ്മുടെ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ നമ്മൾ മാറ്റിയിട്ട് ഇവിടെ പോസിറ്റീവിന് വരെ ഇവിടെ നെഗറ്റീവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. നെഗറ്റീവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് വോൾട്ടേജ് നമ്മൾ തിരിക്കും. അപ്പോൾ അവിടെ റിവേഴ്സ് ബയസ്ഡ് ആയി. അതായത് ജംഗ്ഷൻ J1 റിവേഴ്സ് ബയസ്ഡ് ആവും, J3യും റിവേഴ്സ് ബയസ്ഡ് ആവും, ജംഗ്ഷൻ J2 ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ അവിടുത്തെ ബേസിക്കലി സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്നില്ല. കണ്ടക്ട് ചെയ്യാത്തപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തൊരു പർട്ടിക്കുലർ വാല്യൂ വരെ അത് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഒരു റിവേഴ്സ് ലീക്കേജ് കറണ്ട് പോകുന്നുണ്ട്. ഇവിടെയാണ് റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഒക്കർ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ VBR എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നവരെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം നമ്മുടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് ഡിവൈസ് ഡാമേജ് ആവും. ആനോഡ് കറണ്ട് ഷൂട്ട് ചെയ്ത് ഡിവൈസ് ഡാമേജ് ആവും. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബേസ് ചെയ്ത് ഏതൊരു എക്സാം ചോദിക്കുകയാണെങ്കിലും ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ SCR നിന്ന് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ രണ്ട് കറണ്ടുകളെ കുറിച്ച്, ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. എന്താണ് ഈ ലാച്ചിങ് കറണ്ട്, എന്താണ് ഈ ഹോൾഡിംഗ് കറണ്ട് എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ലാച്ചിങ് കറണ്ട് എന്താണെന്ന് പറയാം. ലാച്ചിങ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഗേറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഗേറ്റ് കൊടുക്കാതെയോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഫോർവേഡ് ബയസിങ് കണ്ടീഷനിൽ ഇത് ഓൺ ആവും, സ്വിച്ച് ഓൺ ആവും. സ്വിച്ച് ഓൺ ആയിട്ട് നമ്മുടെ ആനോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആനോഡ് കറണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം അത് ലാച്ച് ആവും. അതായത് പിന്നെ നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്താലും കറണ്ട്, അതായത് സ്വിച്ച് ഓൺ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ആവും. അതാണ് ലാച്ചിങ് കറണ്ട്. ആ പോയിന്റിന് ശേഷം സ്വിച്ച് നമുക്ക് ഗേറ്റ് റിമൂവ് ചെയ്യാം സേഫായിട്ട്. ഗേറ്റ് റിമൂവ് ചെയ്താലും സ്വിച്ച് ഓൺ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ആണ് നമ്മുടെ IL എന്ന് പറയുമ്പോൾ ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ട് എന്ന് പറയുമ്പോൾ മിനിമം ആനോഡ് കറണ്ട് റിക്വയർഡ് ടു ടേൺ ഓൺ ദ SCR ആൻഡ് കീപ് ഇറ്റ് കണ്ടക്ടിങ് ആഫ്റ്റർ ദ ഗേറ്റ് സിഗ്നൽ ഈസ് റിമൂവ്ഡ്. അപ്പോൾ വൺസ് ദ SCR ഈസ് ട്രിഗേർഡ് വിത്ത് എ ഗേറ്റ് പൾസ് ദ ആനോഡ് കറണ്ട് മസ്റ്റ് റീച്ച് അറ്റ്ലീസ്റ്റ് ദ ലാച്ചിങ് കറണ്ട് ലെവൽ. മിനിമം ഈ ലാച്ചിങ് കറണ്ട് ലെവൽ എത്തിയാലേ നമുക്ക് പിന്നെ ഗേറ്റ് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നുള്ള ഇതെന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കറണ്ടാണ്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ ഈ ലാച്ചിങ് കറണ്ടിനെക്കാളും കുറച്ചുകൂടെ താഴ്ന്നൊരു ആനോഡ് കറണ്ട് വാല്യൂ ആണ് ഹോൾഡിംഗ് കറണ്ട്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പോയിന്റിലാണ്
ഹോൾഡിംഗ് കറണ്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ലാച്ചിങ് കറണ്ടിനെക്കാളും കുറച്ചുകൂടെ ഹോൾഡിംഗ് കറണ്ട് താഴെയാണ് ഹോൾഡിംഗ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് ഒരു മിനിമം ആനോഡ് കറണ്ട് ആണ്, പക്ഷേ അതിന് ശേഷമായിരിക്കും SCR ഓൺ ആകുന്നത്. ഇതിങ്ങനെ കറണ്ട് ഇൻക്രീസ് ചെയ്ത് 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്തു എന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ അത് ഓഫ് ആയിരിക്കും. SCR സ്വിച്ച് ഓഫ് കണ്ടീഷനിലായിരിക്കും. അതിന് ശേഷമേ IHനെക്കാളും മേളിലോ അല്ലെങ്കിൽ IH വാല്യൂ എത്തിക്കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആകത്തുള്ളൂ. അപ്പോൾ അതും ഒരു മിനിമം ആനോഡ് കറണ്ട് റിക്വയർഡ് ഫോർ ദ SCR ടു കണ്ടക്ട്, അതല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിൽ ആകാൻ വേണ്ടിയുള്ള മിനിമം കറണ്ടാണ്. ഇത് തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ലാച്ചിങ്ങും ഹോൾഡിങ്ങും ഏതാണ് വലിയ കറണ്ട് എന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് ഓർത്തിരുന്നാൽ മതി. ലാച്ച് ചെയ്യുക, അതൊന്ന് ഹുക്കാവും. ലാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നമുക്കതിന് അതൊരു ലാച്ചായി. പിന്നെ നമുക്ക് അതിന് താഴെ പോയാലേ അത് പിന്നെ ഓഫ് ആകത്തുള്ളൂ. അതിന് മേളിലായി കഴിഞ്ഞാൽ അത് ഓണിൽ തന്നെ നിന്നോളൂ. ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓൺ ആകാൻ വേണ്ടിയുള്ള കറണ്ട്. SCR ഓഫിൽ നിന്ന് ഓൺ ആകാൻ വേണ്ടിയുള്ള മിനിമം കറണ്ടാണ് ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ ടോപ്പിക്കിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളതും ഈ ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും എന്താണെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഇൻറ്റൻസീവ് കോഴ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് ആൻഡ് മോഡൽ കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ക്ലാസ്സുകളോടൊപ്പം തന്നെ. ഇൻറ്റൻസീവ് ട്രെയിനിങ്, എക്സാം വരയ്ക്കും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. എന്നാണോ എക്സാം നടക്കുന്നത് അതുവരെ നമ്മൾ ട്രെയിനിങ് നടക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇത് റാങ്ക് ഹോൾഡേഴ്സ് കിട്ടിയവരുണ്ട്, നമ്മുടെ മെൻറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ലിങ്ക് വഴി ഇതിൽ ജോയിൻ ചെയ്യാം. കോഴ്സ് ലൈവ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.